പ്രഭു ശ്രീരാമനും സഹോദരന്മാരും ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ രാമൻ പതിവ് പോലെ തന്റെ പ്രിയപ്പെട്ട പശുവായ നന്ദിനിയെ അവസാനമായി കാണാനും അവൾക്ക് തീറ്റ കൊടുക്കാനും പോയി. എന്നാൽ രാമന്റെ വേർപാട് മനസ്സിലാക്കിയ നന്ദിനി അവളുടെ തീറ്റ കഴിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ പ്രഭു ശ്രീരാമൻ അവളെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നന്ദിനി, നീ തീറ്റ കഴിക്കൂ. ഇന്ന് അവസാനമായിട്ടാണ് ഞാൻ നിനക്ക് തീറ്റ തരുന്നത്. നോക്കൂ, നീ തീറ്റ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. രാമൻ അവിടെ നിന്ന് അല്പദൂരം മാറിയതും ഒരു കടുവ നന്ദിനിയെ പിടിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി. ഉടൻ തന്നെ രാമൻ തന്റെ വില്ലും അമ്പും എടുത്ത് കടുവയുടെ ഗുഹയിലേക്ക് പാഞ്ഞു ചെന്ന് പറഞ്ഞു, ഹേ ക്രൂരനായ കടുവേ, നന്ദിനിയെ വിട്ടയക്കൂ. അവൾ എന്റെ സംരക്ഷണത്തിലാണ്. കടുവ പറഞ്ഞു, മറ്റുള്ള മൃഗങ്ങളെ ഭക്ഷിച്ച് ജീവിക്കാൻ പ്രകൃതി എന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചത് രാമ. നീ എന്റെ ഭക്ഷണം തട്ടിയെടുത്താൽ അത് അധർമ്മമല്ലേ? അപ്പോൾ രാമൻ പറഞ്ഞു, നിന്റെ വയറ് നിറയ്ക്കുന്നത് നിന്റെ ധർമ്മമാണ്, നന്ദിനിയെ സംരക്ഷിക്കുന്നത് എന്റെ ധർമ്മമാണ്. അതുകൊണ്ട് നന്ദിനിക്ക് പകരം നമ്മെ നിന്റെ ആഹാരമാക്കിക്കൊള്ളുക, നന്ദിനിയെ സ്വതന്ത്രയാക്കൂ. അപ്പോൾ കടുവ അത്ഭുതത്തോടെ ചോദിച്ചു, ഒരു പശുവിനു വേണ്ടി നീ നിന്റെ ജീവൻ ബലിയർപ്പിക്കുമോ? രാമൻ പറഞ്ഞു, നന്ദിനിയെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. എനിക്ക് എന്റെ കടമയിൽ നിന്ന് പിന്നോട്ട് മാറാൻ കഴിയുകയില്ല. അപ്പോൾ ആ കടുവ പ്രഭു ശ്രീരാമനെ ആക്രമിക്കാൻ ചാടിയതും അത് അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അത് മറ്റാരുമായിരുന്നില്ല, രാമനെ പരീക്ഷിക്കാൻ വന്ന തന്റെ മഹർഷി വസിഷ്ഠനായിരുന്നു. പ്രഭു ശ്രീരാമന്റെ ഈ കർത്തവ്യനിഷ്ഠ കണ്ട് അദ്ദേഹം വളരെ സന്തുഷ്ടനായി. പ്രഭു ശ്രീരാമന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പറയൂ, ജയ് ശ്രീറാം, ജയ് സിയാറാം.